ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോ ആരാധന. ഞാൻ സെലീന ആൻ്റണി, ചെന്നൈ ആവടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചർച്ചിൻ്റെ പേര് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ട് 2001 ഫസ്റ്റ് ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി 2023 ഏപ്രിൽ 24 എടുത്തു. ആ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ മാതാവിനോട് വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം അമ്മ എനിക്കിന്ന് സാധിച്ചു തന്നു. അതിന് സാക്ഷ്യം പറയാനാണ് ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നത്. ഭവനമില്ലാതെ വളരെയധികം വിഷമിച്ച് ഞങ്ങൾക്ക് 20 വർഷമായിട്ട് ചെന്നൈ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന വീടൊക്കെ വിറ്റുപോയി ബിസിനസ്സിലൊക്കെ. അപ്പം 20 വർഷമായിട്ട് 12 വീടുകൾ മാറി മാറി ഞങ്ങൾ വാടകയ്ക്ക് നടന്നു. വളരെയധികം കഷ്ടപ്പെട്ട് സങ്കടമായി. മക്കൾ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കഴിഞ്ഞതെല്ലാം മമ്മി വിറ്റു. ഞങ്ങൾക്കൊന്നും സമ്പാദ്യമൊന്നും നീക്കി വെച്ചില്ല. ഭർത്താവ് മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. കുട്ടികളെ പഠിപ്പിച്ചു, കല്യാണമെല്ലാം കഴിഞ്ഞു. ഭവനമില്ലെന്നും പറഞ്ഞ് നിരന്തരം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാനപ്പം പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ഉടമ്പടി എടുത്തതിൽ അമ്മേ മാതാവേ, ഞങ്ങൾക്കൊരു ഭവനം തന്ന് നീ അനുഗ്രഹിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് അബൂബുക്ക് 1:5 പറയുന്നു, ജനതയുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവീൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതേ, അവിടുന്ന് വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നടത്തി തന്നത്. ചെറിയ ചെറിയ ലോൺ ഉണ്ടായിരുന്നുകൊണ്ട് ഹൗസ് ലോൺ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മകനും മരുമകളും ജോലിക്ക് പോകും. അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് ഒന്നും അറിയണ്ട, അവർ തന്നെ എല്ലാം ശരിയാക്കി തരും, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയൂ. അങ്ങനെ 47 ലക്ഷം രൂപ പരിശുദ്ധ അമ്മ ഒറ്റ ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് നേടിത്തന്നു. സ്വന്തമായിട്ട് ഒരു ഭവനം, 2 ബെഡ്റൂം, ഹോള്, കിച്ചണൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ളൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ആർക്കും വിശ്വസിക്കാനാവുന്നില്ല. വീട്ടിലും പറഞ്ഞു, എത്ര പെട്ടെന്ന് ഇതെങ്ങനെ സാധിച്ചു. എല്ലാം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ദൈവമാണ്. പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹം നിരസിച്ച് അവിടുന്ന് വെള്ളം വീഞ്ഞാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയോട് പറഞ്ഞ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ആ 47 ലക്ഷം രൂപയും ഒറ്റ ആഴ്ച കൊണ്ട് ലോൺ സാങ്ഷനാക്കി നടത്തി. ഭവനത്തിൻ്റെ താക്കോല് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി പരിശുദ്ധ അമ്മ വഴിയായി ഈശോയ്ക്ക് ഞാൻ പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ മോൻ 40 കിലോമീറ്റർ ദൂരെ അപ്പ് ആൻഡ് ഡൗൺ 80 കിലോമീറ്റർ ദൂരെ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം ഞാൻ അവൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അമ്മേ മാതാവേ, അവന് സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സ്പീഡിലാണ് ചെറുക്കൻ വണ്ടി ഓടിക്കുന്നത്. മുമ്പ് ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായി ഇതിൽ മുമ്പ്. അപ്പം ഒരു ദിവസം ഞാൻ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന ഞാൻ മുടക്കാറേ ഇല്ല. എല്ലാ ദിവസവും എത്ര വയ്യെങ്കിലും നിരങ്ങിയാണെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കും. 2 പേരക്കുട്ടികളുണ്ട്, അവരെ നോക്കണം, വീട്ടിലെ എല്ലാ ജോലിയും നോക്കണം. എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, നട്ടെല്ലിന് പൊട്ടലുണ്ട്, ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിലെല്ലാം എനിക്കുപരി ആദ്യമേ വിശുദ്ധ കുർബാനയ്ക്ക് 6:30 കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. മോൻ 6:10 പോകും. അതിന് മുമ്പ് 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് അവന് ലഞ്ചെല്ലാം തയ്യാറാക്കി വിടും. കുർബാനയും കഴിഞ്ഞ് അന്ന് ഈവനിങ് മാസമായിരുന്നു. മാസം കഴിഞ്ഞ് വരുമ്പം മോൻ ഫയലെല്ലാം എടുത്തിടുന്നു. അമ്മേ, എൻ്റെ പേഴ്സ് പോയി. 7 ID പ്രൂഫാണ് അവൻ്റെ കയ്യിലുള്ളത്. ആധാർ കാർഡ്, പിന്നെ ഇൻ്റർനാഷണൽ ലൈസൻസ്, പിന്നെ ATM കാർഡ്, റേഷൻ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ 7 ID പ്രൂഫ്. ഒരു കോപ്പി പോലും എടുത്തു വെച്ചിട്ടില്ല. അത് കിട്ടാൻ യാതൊരു നിർഭാവമില്ല. ഹൈവേയിൽ അമ്മയെ പോയിരിക്കുന്ന ഇച്ചിരി കാശുകൊണ്ട് ലോറിക്കാർക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, പരിശുദ്ധ അമ്മയാണ് ആ പേഴ്സിനുള്ളിൽ. നിനക്ക് അമ്മ ആ പേഴ്സ് നിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും, നീ വിഷമിക്കണ്ട, എവിടെ കിട്ടാനാണ്. ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും, മോനെ തമ്പുരാനിൽ വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ നാളെ പോകുമ്പോഴും ഇത് വെച്ച് പ്രാർത്ഥിക്കും. എടാ അമ്മ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഹൈവേയിൽ കരിക്ക് വിൽക്കുന്ന 2 പിള്ളേർ ഞങ്ങളുടെ പഴയ അഡ്രസ്സ്, ഇങ്ങനെ വീട് മാറി മാറി നടക്കുന്നതുകൊണ്ട് ഒറ്റ അഡ്രസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പഴയ അഡ്രസ്സിൽ ചെന്നപ്പം എൻ്റെ ഫോട്ടോയുണ്ട്, മോൻ്റെ ഫോട്ടോ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ കണ്ട് പരിചയമുണ്ട് ഞങ്ങളവിടെ. അപ്പോൾ അവിടെയുള്ള പിള്ളേർ ഹൈവേയിൽ കരിക്കച്ചവടം നടത്തുന്നത്. അവർ ആ പേഴ്സ് എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. ആ പേഴ്സ് കൊണ്ടുവന്ന് തന്നപ്പോൾ ഭയങ്കര സന്തോഷം, അവനും സന്തോഷം. അമ്മേ മാതാവേ, ഇതെങ്ങനെ അമ്മേ ഇത്? ഞാൻ പറയടാ, ഇതാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുക, നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പലപ്പോഴും യുവാക്കൾ പറയും അവരുടെ കഴിവാണ് എല്ലാം അല്ല, എല്ലാം ദൈവത്തിൻ്റെ കഴിവാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അത് 2 പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം പോയി, പിന്നെ അത് 2 പ്രാവശ്യവും കിട്ടി. ഞങ്ങൾക്ക് ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ വഴിയെ എനിക്ക് തന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ
ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായ കരങ്ങളിലാണ് ഞാനിവിടെ നിൽക്കേണ്ടത്. 2 വർഷം മുമ്പേ എൻ്റെ ജീവൻ പൊലിയേണ്ടിയതായിരുന്നു. അവിടുന്ന് എന്നെ ഇവിടം വരെ ഉയർത്തി എന്നെ രക്ഷിച്ച് ദൈവത്തിന് പരിശുദ്ധ മൊഴിയായി കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശു ആരാധന. ചെറുപ്പം മുതൽ കാരുണ്യ പ്രവൃത്തിയിലൊക്കെ വലിയ ഇഷ്ടം, മറ്റുള്ളവരെ സഹായിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. 20 വർഷമായി ഞാൻ ചെന്നൈയിലാണ്. പലപ്പോഴും എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കണം. അന്യരെ നമ്മുടെ സഹോദരങ്ങളാണ്, അവരുടെ വേദന നമ്മുടെ വേദനയാണെന്ന് കണ്ടുകൊണ്ട് സഹായിക്കുന്ന ഒരു മകളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, അവർക്ക് സ്വത്തുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട്, നീ ഒന്ന് മരിക്കാനായി കിടക്കുകയാണ്. മരിച്ച ഒരു കുടുംബം, എൻ്റെ ഒരു നെയ്ബറായിട്ടുള്ള ഒരു ആൻറ്റിയുണ്ട്, 3 മക്കളുണ്ട്, മന്ദബുദ്ധികളാണ്, കോടീശ്വരാണ്. ആ ആൻറ്റിയുടെ ഭർത്താവ് മരിച്ചിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് രാത്രിയിൽ കൂട്ടിയിരുന്ന്, ആ പിള്ളേർക്ക് കൂട്ടിയിരുന്ന് അതിന് മറവ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചു. അവരൊരു മകൻ മരിച്ചു, അപ്പോഴും അവരെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു വർഷം പോലും 6 മാസം പോലും ആയില്ല, ആൻറ്റി തീരെ കിടപ്പിലായി, അവർക്ക് തീരെ വയ്യാതായി. മോൻ വന്ന് പറഞ്ഞ് ആൻറ്റി ഓടി വരണം, മമ്മി വീണ് കിടക്കുന്നു, അനങ്ങുന്നില്ല. ഞാൻ ഓടി ചെല്ലുമ്പം ആൻറ്റിക്ക് ബോധമില്ല, വായിന്ന് നുരയും പതയൊക്കെ വരുന്നുണ്ട്, കണ്ണെല്ലാം മറിഞ്ഞിരിക്കുക. പെട്ടെന്ന് തന്നെ ഷുഗർ മെഷീൻ നോക്കുമ്പോൾ 34 ഉള്ള ആകെ ഷുഗർ, അവർക്ക് നാടിയെടുപ്പൊന്നുമില്ല. എന്ത് ചെയ്യണം? ഫ്രണ്ട്സിനെ വിളിച്ചു, അവരെല്ലാം വിളിച്ച്, അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ ഉടനെ എന്നെ നേഴ്സുമാരെ കൊണ്ടുവന്നു. പൾസൊന്നും കിട്ടുന്നില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് പഞ്ചസാരയും വെള്ളമെല്ലാം കലക്കി കൊടുത്ത് അവരെ കുടിപ്പിച്ച് അവരെ ശുശ്രൂഷിച്ച്. അവരാണ് എവിടെയെല്ലാം അപ്പിയിട്ട്, ആരും നോക്കുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ എല്ലാം കോരി, എല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തമ്പുരാന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു ബാധകവും അല്ല. എല്ലാം അവരെ എന്നിട്ട് അവിടുന്ന് അവരുടെ ബന്ധുക്കളെല്ലാം ഇടുക്കിയിലാണ് താമസിക്കുന്നത്, അവരെയൊക്കെ ഫോൺ ചെയ്ത് അറിയിച്ച് സീരിയസ് ആണ് വരണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും വന്നു. എല്ലാ ആൾക്കാരും വന്നു. ഇവർ മരിച്ചു എന്നുള്ളതാണ്. പാതിരായ്ക്ക് 3 മണിക്ക് വന്നിട്ട് എന്നെ വിളിക്കുന്നു, ഡോക്ടറെ വിളിക്കുമോ, ലില്ലിക്ക് അനക്കമില്ല. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, രാവിലെ ഡോക്ടർമാരെ കിട്ടത്തുള്ളൂ. അങ്ങനെ അവർ വന്നു. അച്ഛൻ അന്ത്യകൂദാശ കൊടുക്കണമെന്ന് പറഞ്ഞ് വികാരി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അന്ത്യകൂദാശ കൊടുത്തു. അപ്പോൾ ഇച്ചിരി ബോധമുണ്ട്. അച്ഛൻ ചോദിച്ചു അവർക്ക് സമ്മതമാണോ? അവർ പറഞ്ഞിട്ട് അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അന്ത്യകൂദാശയും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചെന്നും പറഞ്ഞ് തുണിയും മുഖത്തിട്ട സ്ത്രീയാണ് ആ ആൻറ്റി. ഇന്ന് എന്നേലും ആരോഗ്യത്തിൽ ഓടി നടക്കുന്നു. ദൈവം അപ്പം നമ്മുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് സഹായണം? അവശരായി കിടക്കുന്ന രോഗികളായ അമ്മമാരെ ശുശ്രൂഷിക്കും. എനിക്ക് വയ്യെങ്കിലും എൻ്റെ രോഗങ്ങളും അവസ്ഥകളും അസ്വസ്ഥകളും മറന്ന് 1 വയസ്സുള്ള കുഞ്ഞിനെ തൂക്കിക്കൊണ്ടാണ് ഞാൻ ഓടി നടക്കുന്നത്. കാരണം എൻ്റെ മോനും മരുമോളും ജോലിക്ക് പോകും. 2 പേരക്കുട്ടികളാണ്. 4 വയസ്സുള്ളൊരു മകൻ, അവനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ്. മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും ഒക്കെ കൊടുത്തിട്ടാണ് അവൻ കുറച്ച് ഇപ്പോൾ ഉടങ്ങി അവൻ്റെ ആ കുസൃതി മാറിയത്. അവൻ എൻ്റെ മുടിയെല്ലാം പിച്ചി പറിച്ച് 3 വർഷമായിട്ട് മുടി പറിച്ച് മുടി ഇല്ലാതായി എനിക്ക്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവൻ്റെ ആ കുസൃതിയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് നടന്ന് എന്നാലാവുന്ന. പിന്നെ എനിക്കൊരു സങ്കടമുണ്ട് മാതാവിനോട്. അമ്മേ മാതാവേ, എനിക്ക് നീ ഭവനം തരുമ്പോൾ ഒരു ദേവാലയത്തിൻ്റെ അടുത്തായിരിക്കണം എനിക്ക് ഭവനം തരേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് മാധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് നട്ടലിന് പൊട്ടലാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്നും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുക, അമ്മ നോക്കിക്കോളും. അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മറ്റേ ഞാൻ 10, 15, 16 വർഷത്തോളമായിട്ട് മുട്ടിമേ നിന്ന് കൈ പിടിച്ച് 4 ജപമാലയും ചെല്ലുമായിരുന്നു. എനിക്കിന്നിപ്പോൾ പറ്റുന്നില്ല, മുട്ടുകുത്താൻ പറ്റുന്നില്ല. എങ്കിലും ഇവിടെ വന്ന് ഞാൻ മുട്ടുകുത്തി കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തു. കസരയിലേ ഇരിക്കത്തുള്ളൂ. പക്ഷേ വിശുദ്ധ കുർബാന മാറ്റി വെച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്കില്ല. ഇപ്പോൾ പോയ സ്ഥലത്ത് മലയാളം കുർബാനയില്ല, ചർച്ച അടുത്തല്ല, പക്ഷേ കുറച്ച് ദൂരം പോകണം. 2 വീലർ എടുത്ത് ഞാൻ പോകും. തമിഴ് ചർച്ചാണ്. എങ്കിലും ഞാൻ 6.5 മാസം മുടക്കാറേ ഇല്ല. വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കും. ഇപ്പം നാട്ടിൽ വന്നുകൊണ്ട് എനിക്ക് 2-3 ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രയാസമുണ്ട്. എങ്കിലും ദൈവം ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരും. നിരാശരാകണ്ട. ഞാൻ വളരെ നിരാശയിലൂടെ കടന്നുപോയൊരു മകളാണ്. പ്രത്യാശ തന്ന് അവിടുന്ന് എന്നെ വഴി നടത്തി ഇതുവരെ എത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ള എല്ലാം നൽകും. അതുകൊണ്ട് ആരും പരിഭ്രമിക്കേണ്ട. എല്ലാ കാര്യങ്ങളും പരിശുദ്ധ നമുക്ക് നൽകുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവ് തന്ന അനുഗ്രഹങ്ങളേക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ നന്ദി സൂചക വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. 115 സങ്കീർത്തനം 12 തിരുവചനമാണ്. 20 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നു. 12 വീടുകൾ മാറി പോവുക. നമുക്കുള്ള സാധനങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വീടുകൾ മാറിപ്പോവുക. അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട്. അത് ഉടമ്പടി എടുത്ത് 2 ആഴ്ചകൾക്കുള്ളിൽ അതിനുള്ള വഴി തെളിയുകയാണ്. അങ്ങനെ ലോൺ പാസ്സാകാതെ ഇരുന്ന ലോണൊക്കെ പിന്നീട് ഇവർക്ക് എത്ര ലക്ഷത്തിൻ്റെയാണ്
ലോൺ പാസ്സായി കിട്ടുന്നതെന്ന് നാം കേട്ടു. സ്വന്തമായിട്ട് ഇന്നൊരു ഫ്ലാറ്റ് ഇവർക്കുണ്ട്. പിന്നീട് തൻ്റെ മകനെ അത്ഭുതകരമായിട്ട് ആ മകൻ്റെ ID പ്രൂഫ് എല്ലാം നഷ്ടപ്പെടുന്ന പേഴ്സ്, അതൊക്കെ പിന്നീട് എങ്ങനെ ലഭിക്കുന്നു? പരിശുദ്ധ അമ്മയുടെ കാശ് ആ പേഴ്സിൽ എപ്പോഴും ഉണ്ടെന്നാണ് പറയുക. ഈ മകളിലൂടെ മറ്റുള്ളവർക്കൊക്കെ കിട്ടിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് കിട്ടിയ രോഗസൗഖ്യം, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന മുടക്കിയിട്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട, ആ ഒരു നിലപാടാണത്. തനിക്ക് ജോലികളുണ്ട്, രോഗമുണ്ട്, എന്നാൽ അതൊന്നും കൊച്ചു പേരക്കുട്ടികളുണ്ട്, ഇവരൊന്നും തൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സം വരുത്തരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഈ മകൾ തന്നെയാണ് എടുക്കുക. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് പല പല അസൗകര്യങ്ങളാണ്. പള്ളിയിൽ പോകാൻ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇതൊക്കെ നാം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരാണോ? നമുക്കങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ കൂടുതൽ വിശ്വസ്തവും സത്യസന്ധവുമായിട്ടാണ് നാം ചെയ്യേണ്ടത്. ഉടമ്പടി എടുത്തു, ഇനി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിക്കൊള്ളും, ആ ഒരു ചിന്തയാണോ നമുക്കുള്ളതെന്ന് നമുക്ക് നമ്മെപ്പറ്റി തന്നെ ഒന്ന് ചിന്തിക്കാം. ഈശോയോട് സ്നേഹം തോന്നണം നമുക്ക്. ഈശോയോട് സ്നേഹമുണ്ടായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നാം പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോഴാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞ വഴികളൊക്കെ തുറക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.